നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാമ്പത്തിക വളർച്ചയുടെ ചാലക ശക്തിയായി ബജറ്റിൽ മൂലധന ചെലവ് മാറുമെന്ന് റിപ്പോർട്ട്. കാപെക്സിൽ 10 മുതൽ 12% വരെ വർധന പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി കേന്ദ്രമായി ചൈന മാറുന്നു. ഏപ്രിൽ നവംബർ കാലയളവിൽ കയറ്റുമതിയിൽ 33% വർധന. ഉയർന്ന താരിഫുകൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അപകടത്തിലാക്കുമെന്ന് വിദഗ്ധർ. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി സാമ്പത്തിക സ്ഥിതി ദുർബലപ്പെടുത്തുമെന്ന് മുൻ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യൻ. അന്താരാഷ്ട്ര നിയമങ്ങളോ നയതന്ത്ര ചർച്ചകളോ ഇല്ലാതെ ട്രംപ് നടത്തുന്ന നീക്കങ്ങളിൽ നെഞ്ചിടിപ്പേറി ആഗോള വിപണി. പതിറ്റാണ്ടുകൾ നീണ്ട ലോകക്രമത്തിൽ മാറ്റം വരുന്നെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിക്കാത്തതിനാലാണ് ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ നടക്കാത്തതെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്. ഇതുവരെ 6 റൗണ്ട് ചർച്ചകൾ പൂർത്തിയായി. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചത്. സെൻസെക്സ് 604 പോയിന്റ് താഴ്ന്ന് 83,576 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 193 പോയിന്റ് ഇടിഞ്ഞ് 25,683 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും നിഖിലാണ് ചേരുന്നത്. നിഖിൽ, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത്? ഇന്നത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിൽ വിപണിയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് ഇതിപ്പോൾ 5ാം ദിവസമാണ് വിപണി ഒരു നെഗറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു മൺഡേ മുതൽ ഫ്രൈഡേ വരെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ആഴ്ച ഉടനീളം വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽ ഓഫ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഏകദേശം 1% മുകളിൽ 1.01% ഒരു ഇടിവായിരുന്നു നിഫ്റ്റി 50 രേഖപ്പെടുത്തിയത്. ഇന്നത്തെ ഒരു ട്രേഡിംഗിലേക്ക് വരുമ്പോഴും ഏകദേശം 0.75% ഒരു ഇടിവ് നിഫ്റ്റി 50യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് 193 പോയിന്റുകളുടെ ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 25,683 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിൽ ഇന്നൊരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇൻട്രാഡേ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ലോ ആയിട്ട് 25,623 വരെ നിഫ്റ്റി പോയിരുന്നു. അവിടെ നിന്ന് ക്ലോസിംഗിലേക്ക് എത്തിയ ഒരു സമയത്ത് 25,683 എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇന്നത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റിലെ ഒരു ഇടിവിന്റെ കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ FISന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സെല്ലിംഗ് വിപണിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇതുവരെ ജാനുവരിയിലുള്ള ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള FIS സെല്ലിംഗ് ഇന്ത്യൻ വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 2025 കാലണ്ടർ ഇയർ പരിശോധിക്കുകയാണെങ്കിലും ഒരു റെക്കോർഡ് സെല്ലിംഗ് ആയിരുന്നു FISന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 2026 തുടക്കത്തിലും സമാനമായ രീതിയിലുള്ള ഒരു ട്രെൻഡ് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കൂടാതെ ഗ്ലോബൽ ട്രേഡ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ഇന്ത്യക്ക് മുകളിൽ ട്രംപ് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു താരിഫ് ഉണ്ട്. കൂടാതെ US നിന്ന് വരാൻ പോകുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വിപണിയെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പാനിക്കിലേക്ക് നയിച്ചിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. തുടർച്ചയായ 5ാം ദിവസവും ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് നിഖിലാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. വരാനിരിക്കുന്ന ബജറ്റിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ ചാലക ശക്തിയായി മൂലധന ചെലവ് മാറുമെന്ന് റിപ്പോർട്ട്. കാപെക്സിൽ 10 മുതൽ 12% വരെ വർധന പ്രതീക്ഷിക്കുന്നു. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാനിരിക്കെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയെ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റാനുള്ള ലക്ഷ്യത്തിന് ഊർജം പകരുക കാപെക്സ് ആയിരിക്കും. ഇത് ഏകദേശം 12 ലക്ഷം കോടി രൂപയോളം വരുമെന്നാണ് കണക്കാക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകളുടെ വിപുലീകരണം, ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയ്ക്കായി വൻതുക നീക്കിവെച്ചേക്കാമെന്നും സാമ്പത്തിക ലോകം വിലയിരുത്തുന്നു. ഹൈവേ വികസനത്തിനും ലോജിസ്റ്റിക്സ് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമുള്ള പദ്ധതികൾക്ക് മുൻഗണന ലഭിക്കും. സംസ്ഥാനങ്ങളുടെ മൂലധന നിക്ഷേപത്തിന് നൽകുന്ന പലിശരഹിത വായ്പാ പദ്ധതിയുടെ വിഹിതം 25 ലക്ഷം കോടി രൂപയാക്കി ഉയർത്തിയേക്കാം. നിർമ്മാണ മേഖലയിലെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനായി നാഷണൽ മാനുഫാക്ചറിംഗ് മിഷൻ പോലുള്ള പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയേക്കാം. ചിപ്പുകളും ഡിസ്പ്ലേകളും പ്രാദേശികമായി നിർമ്മിക്കുന്നതിനായുള്ള ഇക്കോസിസ്റ്റം ശക്തിപ്പെടുത്താൻ പുതിയ ഇളവുകൾ പ്രതീക്ഷിക്കുന്നതായും ധനമന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. കളിപ്പാട്ടങ്ങൾ, വസ്ത്രങ്ങൾ, രാസവസ്തുക്കൾ തുടങ്ങിയ തൊഴിൽ സാധ്യതയുള്ള മേഖലകളിലേക്ക് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി കേന്ദ്രമായി ചൈന മാറുന്നു. ഏപ്രിൽ നവംബർ കാലയളവിൽ കയറ്റുമതിയിൽ 33% വർധന. ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി കേന്ദ്രമായി ചൈന ക്രമേണ വളരുകയാണ്. നടപ്പു സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ നവംബർ കാലയളവിൽ കയറ്റുമതി 33% വർദ്ധിച്ച് $12.22 ബില്യൺ ആയി. ഉഭയകക്ഷി വ്യാപാര ബന്ധത്തിലെ ഘടനാപരമായ മാറ്റമാണ്
ഡാറ്റ സൂചിപ്പിക്കുന്നത്. സമുദ്രോൽപ്പന്നങ്ങൾ, ടെലികോം ഉപകരണങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി വർധനവിന് കാരണമായതെന്ന് ഡാറ്റ സൂചിപ്പിക്കുന്നു. 2024-25 ഏപ്രിൽ നവംബർ കാലയളവിൽ ഇന്ത്യ $9.2 ബില്യൺ സാധനങ്ങൾ കയറ്റുമതി ചെയ്തു. 2022-23 ഏപ്രിൽ മുതൽ നവംബർ മാസങ്ങളിൽ ഇത് $9.89 ബില്യൺ 2023-24 $10.28 ബില്യൺ ആയിരുന്നു. 2025-26 $12.22 ബില്യൺ കുത്തനെയുള്ള കുതിപ്പ് കഴിഞ്ഞ വർഷത്തെ ഇടിവിനെ മറികടക്കുക മാത്രമല്ല, കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയാണെന്നും ഡാറ്റ വ്യക്തമാക്കുന്നു. ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ ആദ്യ 8 മാസങ്ങളിൽ വളർച്ച രേഖപ്പെടുത്തിയ പ്രധാന ഇനങ്ങളിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ, ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ മൊഡ്യൂളുകൾ, മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. കയറ്റുമതി ചെയ്യുന്ന പ്രധാന കാർഷിക സമുദ്രോൽപ്പന്നങ്ങൾ ഉണങ്ങിയ മുളക്, ചെമ്മീൻ, ചെറുപയർ, വനാമി ചെമ്മീൻ എന്നിവയാണ്. അതുപോലെ അലുമിനിയം ശുദ്ധീകരിച്ച ചെമ്പ് ബില്ലറ്റുകൾ എന്നിവയും കയറ്റുമതി വളർച്ചയ്ക്ക് പ്രധാന സംഭാവന നൽകി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഉയർന്ന താരിഫുകൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അപകടത്തിലാക്കുമെന്ന് വിദഗ്ധർ. കുറഞ്ഞ വിലയുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി സാമ്പത്തിക സ്ഥിതി ദുർബലപ്പെടുത്തുമെന്ന് മുൻ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളിലേക്ക് ചൈന കൂടുതൽ കയറ്റുമതി ചെയ്യുകയും ഉൽപ്പന്നങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്യുന്നു. ഇത് ആഭ്യന്തര സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുന്നുവെന്ന് മുൻ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ശക്തമായ വീണ്ടെടുക്കലിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. ഉയർന്ന US താരിഫുകളുടെ അപകട സാധ്യതയും കുറഞ്ഞ വിലയുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നതും ഭാവി പ്രതീക്ഷകളെ ദുർബലപ്പെടുത്തുന്നുവെന്ന് അരവിന്ദ് സുബ്രഹ്മണ്യൻ പറഞ്ഞു. മാർച്ചിൽ അവസാനിച്ച വർഷത്തിൽ സമ്പദ് വ്യവസ്ഥ 7.4% വളർന്നതായി ഈ ആഴ്ച പുറത്തിറക്കിയ ഡാറ്റ കാണിക്കുന്നു. ഇത് ഇന്ത്യയുടെ വളർച്ചാ വേഗം ഭേദപ്പെട്ട നിലയിലാണെന്ന് സൂചിപ്പിക്കുന്നു. വളർച്ചയുടെ നിലവാരത്തെയും ദിശയും കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് സുബ്രഹ്മണ്യൻ പറഞ്ഞു. നാമമാത്ര സൂചകങ്ങളുടെയും ഉയർന്ന ഫ്രീക്വൻസി ഡാറ്റയുടെയും വേഗത കുറയുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. US വ്യാപാര നയത്തിൽ നിന്നുള്ള അപകട സാധ്യതകളും ഉയർന്ന നിലയിലാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തിയത് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രൂപയുടെ മൂല്യം ഏകദേശം 5% ഇടിഞ്ഞു. ഇതെല്ലാം സാമ്പത്തിക വ്യവസ്ഥയിൽ ആഘാതം ഏൽപ്പിച്ചു. താരിഫ് നിരക്കുകൾ കൂടുതൽ ഉയർന്നേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അന്താരാഷ്ട്ര നിയമങ്ങളോ നയതന്ത്ര ചർച്ചകളോ ഇല്ലാതെ ട്രംപ് നടത്തുന്ന നീക്കങ്ങളിൽ നെഞ്ചിടിപ്പേറ്റി ആഗോള വിപണി. പതിറ്റാണ്ടുകൾ നീണ്ട ലോകക്രമത്തിൽ മാറ്റം വരുന്നെന്ന് റിപ്പോർട്ട്. വെനിസ്വേലയെ പിടിച്ചടക്കിയും കൊളംബിയയെ വിറപ്പിച്ചും ഗ്രീൻലൻഡിനായി സൈന്യത്തെ ഒരുക്കിയും ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന നീക്കമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. താരിഫുകളല്ല, ഇനി അധിനിവേശമാണ് തന്റെ ആയുധമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ തകരുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട ലോകക്രമമാണ്. കൊളംബിയയും ഇപ്പോൾ ട്രംപിന്റെ ലക്ഷ്യസ്ഥാനമായി മാറിക്കഴിഞ്ഞു. അമേരിക്കയെ ഒരു സാമ്രാജ്യത്വ ശക്തിയായി വിശേഷിപ്പിച്ച കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്തോവോ പെട്രോ തന്റെ പരമാധികാരത്തിന് നേരെ കൈവച്ചാൽ ജഗ്വാർ ഉണരുമെന്ന് മുന്നറിയിപ്പ് നൽകി. കൊളംബിയൻ അതിർത്തിയിൽ 30,000 സൈനികരെ വിന്യസിപ്പിച്ചത് ലാറ്റിൻ അമേരിക്കൻ ഓഹരി വിപണികളിൽ വലിയ ഇടിവിന് കാരണമായി. ഇവിടുത്തെ നിക്ഷേപങ്ങൾ പിൻവലിക്കാനുള്ള തിരക്കിലാണ് ആഗോള കമ്പനികൾ. യൂറോപ്പിന്റെ വാതിൽക്കൽ ഇപ്പോൾ യുദ്ധകാഹളം മുഴക്കുന്നത് ഗ്രീൻലൻഡിനു വേണ്ടിയാണ്. ആർട്ടിക് മേഖലയിലെ സമ്പത്ത് ലക്ഷ്യമിട്ട് ട്രംപ് നടത്തുന്ന നീക്കത്തിന് ഷൂട്ട് അറ്റ് സൈറ്റ് ഉത്തരവിലൂടെയാണ് ഡെൻമാർക്ക് മറുപടി നൽകുന്നത്. നാറ്റോ സഖ്യകക്ഷികൾ തമ്മിലുള്ള ഈ പോര് ആഗോള പ്രതിരോധ വിപണിയെയും കറൻസി മൂല്യങ്ങളെയും അസ്ഥിരപ്പെടുത്തുന്നു. അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം അധിനിവേശങ്ങളിലൂടെ ഉറപ്പിക്കാനാണോ ട്രംപ് ശ്രമിക്കുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വെനിസ്വേലൻ പ്രസിഡന്റിനെ തടവിലാക്കി എണ്ണ കമ്പനികൾ വാഷിംഗ്ടണിന് കീഴിലാണെന്ന് ട്രംപ് പറയുമ്പോൾ ക്രൂഡ് ഓയിൽ വിപണിയിൽ പ്രതീക്ഷിക്കുന്നതും വൻ പ്രത്യാഘാതങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിക്കാത്തതിനാലാണ് ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ നടക്കാത്തതെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്. ഇതുവരെ 6 റൗണ്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കുന്നത് സംബന്ധിച്ച നടപടികളും കരാറിൽ ഉൾപ്പെടുന്നു. എല്ലാം തയ്യാറായിരുന്നു, പക്ഷേ മോദി വിളിച്ചില്ല. ട്രംപ് മാത്രമാണ് ഇത്തരം കരാറുകളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതെന്ന് ലുട്നിക് പറഞ്ഞു. ഇതോടെ മുൻപ് നടത്തിയ ഇളവുകൾ അമേരിക്ക പിൻവലിച്ചു. ഇന്ത്യ കരാറിനായി മടിച്ചിരുന്ന ആ ആഴ്ചകളിൽ ട്രംപ് ഭരണകൂടം വെറുതെയിരുന്നില്ല. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുമായി അമേരിക്ക കരാറുകൾ ഒപ്പിട്ടു. ഇന്ത്യക്ക് നൽകാതിരുന്നതിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് ഈ രാജ്യങ്ങളുമായി ഡീൽ ഉറപ്പിച്ചത്. ഇതോടെ ഇന്ത്യ US കരാർ ഇനി ഉണ്ടാവില്ല എന്ന ചോദ്യമാണ് ബിസിനസ് ലോകത്തിന് മുന്നിലുള്ളത്. സർക്കാർ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് വിപണിയും. അതേസമയം ഇതിന്റെ പ്രത്യാഘാതം ചെറുതല്ല. നിലവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ US ചുമത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉയർന്ന നിരക്കായ 50% താരിഫാണ്. ഇതിൽ 25% ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനോടുള്ള ട്രംപിന്റെ പ്രതികാരമാണ്. കരാർ പൂർത്തിയായാൽ നിലവിലെ $191 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം 2030 500 ബില്യൺ ഉയർത്താമെന്നായിരുന്നു ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
മൂന്നാം ഇംപീച്ച്മെന്റ് ഭീഷണിയെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും തള്ളി ട്രംപിന്റെ മനസാക്ഷി പരാമർശം. മനസാക്ഷിയും ബുദ്ധിയും മാത്രമാണ് തന്റെ പരിധി എന്ന പ്രസ്താവനയിൽ പകച്ച് ലോകം. എന്നെ തടയാൻ അന്താരാഷ്ട്ര നിയമങ്ങൾക്കൊന്നും സാധിക്കില്ല. എന്റെ മനസാക്ഷിയും ബുദ്ധിയും മാത്രമാണ് എന്റെ പരിധി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രസ്താവനയാണ് ലോകത്തെ ഞെട്ടിച്ചത്. വെനസ്വേലയെ കൈപ്പിടിയിലൊതുക്കിയതിനു പിന്നാലെ ട്രംപ് നടത്തിയ ഈ വെളിപ്പെടുത്തൽ വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് പുതിയൊരു ആഗോളക്രമത്തിന്റെ പ്രഖ്യാപനമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ തനിക്ക് ബാധകമല്ലെന്നും താൻ എന്തു ചെയ്യുന്നു എന്നത് തന്റെ മാത്രം തീരുമാനമാണെന്നും ട്രംപ് വ്യക്തമാക്കുമ്പോൾ തകരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കെട്ടിപ്പടുത്ത നയതന്ത്ര സുരക്ഷാ കവചങ്ങളാണ്. ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ ഏകപരിധി സ്വന്തം മനസാക്ഷിയാണെന്ന് ട്രംപ് ആവർത്തിച്ചത്. അതേസമയം ട്രംപിന്റെ ഈ ഏകപക്ഷീയ നീക്കത്തിനെതിരെ അമേരിക്കൻ സെനറ്റ് രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇനി വെനസ്വേലയിൽ സൈനിക നടപടി പാടില്ലെന്ന് വ്യക്തമാക്കുന്ന വാർ പവേഴ്സ് റെസൊല്യൂഷൻ സെനറ്റ് പാസാക്കി. 5 റിപ്പബ്ലിക്കൻ സെനറ്റർമാർ കൂടി ഡെമോക്രാറ്റുകൾക്കൊപ്പം ചേർന്നത് ട്രംപിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. 52-ൽ 47 വോട്ടിനാണ് ഈ പ്രമേയം വിജയിച്ചത്. അതുപോലെ ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന്റെ വിധിയും ഉടനറിയാം. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപിന്റെ പ്രസ്താവന വന്നിരിക്കുന്നതും. അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഗ്രീൻലാൻഡിന് മേൽ അവകാശവാദം ഉന്നയിക്കുന്നതും വിവിധ രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതും ആഗോള നിക്ഷേപകർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. US പ്രതിരോധ ബജറ്റ് $1.5 ട്രില്യൺ ഉയർത്താനുള്ള നീക്കം അമേരിക്കയുടെ സാമ്പത്തിക കമ്മി വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ തടവിലാക്കിയ ട്രംപ് രാജ്യം ഇനി തങ്ങൾ ഭരിക്കുമെന്നും അവിടുത്തെ എണ്ണ സമ്പത്ത് അമേരിക്കൻ കമ്പനികൾ വഴി നിയന്ത്രിക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആഗോള എണ്ണ വിപണിയിൽ വലിയ ചലനങ്ങൾക്ക് ഇത് കാരണമാകും. ഇതിനൊപ്പം ട്രംപ് പ്രഖ്യാപിച്ച പുതിയ താരിഫ് നയങ്ങളുടെ വിധിയും ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 120 രൂപയും പവന് 960 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 12,770 രൂപയും പവന് 1,02,160 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 100 രൂപ കൂടി 10,500 രൂപയായി. അതേസമയം വെള്ളി വില കുറഞ്ഞു. ഗ്രാമിന് 13 രൂപ താഴ്ന്ന് 252 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. സാമ്പത്തിക വളർച്ചയുടെ ചാലക ശക്തിയായി ബജറ്റിൽ മൂലധന ചെലവ് മാറുമെന്ന് റിപ്പോർട്ട്. ക്യാപെക്സിൽ 10 മുതൽ 12% വരെ വർധന പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി കേന്ദ്രമായി ചൈന മാറുന്നു. ഏപ്രിൽ-നവംബർ കാലയളവിൽ കയറ്റുമതിയിൽ 33% വർധന. ഉയർന്ന താരിഫുകൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അപകടത്തിലാക്കുമെന്ന് വിദഗ്ധർ. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി സാമ്പത്തിക സ്ഥിതി ദുർബലപ്പെടുത്തുമെന്ന് മുൻ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യൻ. അന്താരാഷ്ട്ര നിയമങ്ങളോ നയതന്ത്ര ചർച്ചകളോ ഇല്ലാതെ ട്രംപ് നടത്തുന്ന നീക്കങ്ങളിൽ നെഞ്ചിടിപ്പേറി ആഗോള വിപണി. പതിറ്റാണ്ടുകൾ നീണ്ട ലോകക്രമത്തിൽ മാറ്റം വരുമെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിക്കാത്തതിനാലാണ് ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ നടക്കാത്തതെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്. ഇതുവരെ 6 റൗണ്ട് ചർച്ചകൾ പൂർത്തിയായി. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.